സ്ഥലത്ത് കൊച്ചുതൊപ്പ് ജ്യൂസാ റോഡിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് വീട് കെട്ടി ഒരു 6 മാസം എന്തരായപ്പോഴത്തേക്കും മറ്റേ കടലേറ്റം ഉണ്ടായിരുന്നല്ലോ. അപ്പോഴ് ഞങ്ങളെ വീട് മണ്ണ് ചൊലിച്ചിലായിരുന്നു അടിയിൽ കൂടെ. അപ്പോഴത്തേക്കും വീട് പകുതി ഇടിഞ്ഞിരിക്കുകയായിരുന്നു. ഞങ്ങൾ അതിൽ നിന്ന് സാധനമെല്ലാം എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഇറങ്ങി ഒരു 10 മിനിറ്റ് ആവില്ല, വീട് അങ്ങോട്ട് പകുതി ഇടിഞ്ഞ് വീണു. ഞാൻ നിൽക്കത്തന്നെ തൊട്ടടുത്തുള്ള വീടുകൾ ആ സ്പോട്ടിൽ തന്നെ എൻ്റെ ഫ്രണ്ടിൽ തന്നെ വീടെല്ലാം മറിഞ്ഞ്. പിന്നെ ഞങ്ങൾ തന്നെ ഒരുവിധം അവിടെ നിന്ന് മണ്ണും ചാക്കൊക്കെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതും നിന്നില്ല, അതും പിന്നെ വെള്ളം പിന്നെ കടലും തിര കയറുകയും പോകുകയൊക്കെ ആയിരുന്നു. പിന്നെ ചെറുതായിട്ട് മണ്ണ് വന്ന സമയത്ത് ഞാനും അച്ഛനും ഇറങ്ങി നിന്ന് പിന്നെ കല്ലെടുക്കുകയും പിന്നെ ഞങ്ങളുടെ കല്ലെടുക്കുകയും ഒരുപാട് അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ മണ്ണ് ചെറുതായിട്ട് ഇടയ്ക്കായിട്ട് വന്നായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇറങ്ങി മണ്ണ് ചാക്കിൽ കയറ്റി അടുക്കിയൊക്കെ വയ്ക്കുമായിരുന്നു. അതും പോയി. ഇപ്പോൾ ഒന്നും ഇല്ല അടിക്കതായിട്ട്. ഇപ്പോൾ ഒരു കടൽ വന്നാൽ ഉറപ്പായിട്ട് ഞങ്ങളുടെ ബാക്ക് ഇടിയാനുള്ള ഇതാണ്. എന്ന് വെച്ചാൽ തോണെല്ലാം അടി മണ്ണൊന്നുമില്ല, അങ്ങനെയായിട്ട് നിൽക്കുന്നു. മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ വീട്ടിലെ ഫ്രണ്ടിൽ ഇരുന്ന സമയത്തൊക്കെ അത്രയ്ക്ക് വലിയ തിരയായിരുന്നു. ബാക്ക് സൈഡ് സൈഡിൽ വെച്ചൊരു മുടുക്കുണ്ടായിരുന്നു കടക്കളം ഭാഗത്ത്. അവിടെ അത്രയും ചവറായിട്ട് നിറഞ്ഞ് പിന്നെ ഫ്രണ്ടിൽ കൂടി വെള്ളമെല്ലാം വന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നോട്ട് അങ്ങോട്ട് വരെ നല്ല വഴിയുടെ ഫുള്ളും അങ്ങോട്ട് വെള്ളം നല്ല അടിച്ചു കയറ്റലൊക്കെ ആയിരുന്നു. വീട് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലായിരുന്നു അവിടെ പോയി. പിന്നെ അമ്മ പറഞ്ഞു സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ബോട്ടിൽ വർക്കിനല്ലേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. പൈസ നഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു. പിന്നെ അമ്മ പറഞ്ഞു അതൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു സാധനങ്ങളൊക്കെ എല്ലാം സേഫ്റ്റി. എൻ്റെ റൂമിൽ പോയി, ചേട്ടൻ്റെ റൂമിൽ പോയി, അടുക്കള പോയി, എല്ലാം പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ വീട് തരുമെന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു അവർ പറഞ്ഞു 25 ദിവസത്തിനുള്ളിൽ തരുമെന്ന് പറഞ്ഞു. കർമ്മലാമ കുരിശടി അതിൻ്റെ അവിടെ എൻ്റെ താഴെ കടപ്പുറത്താണ് വീട്. എന്നിട്ട് ഒരു വരീൻ്റെ അവിടെയാണ് വീട്. കടലേറി വീടെല്ലാം പോയി.
വീടും കൂടെ പോകുമ്പോൾ ഞങ്ങൾ വീട് പോകും. വീടവിടെ ഉണ്ട്, പക്ഷെ പാതിയും പൊളിഞ്ഞു കിടക്കും. വെള്ളം കയറി ഒന്നുമില്ല. ഇവരുടെ വലിയ ഫ്രണ്ടിൽ ഒരു വീടുണ്ട്. ആ വീട് ഏകദേശം പകുതി പോയിരിക്കുന്നു. അപ്പോൾ കടൽ ഇനി ഈ കർക്കിടകത്തിന് ഇവരുടെ വീടും പോകും. ഇനി അടുത്ത കടലും കൂടെ വരുമ്പോൾ ഇവര് വീട് പോകും. അപ്പോൾ ഇവർ ഇവിടെ തന്നെ വരും. സാധനമൊക്കെ മാറ്റി അങ്ങനെയായിരുന്നു. പിന്നെ മാറി വീട്ടിൽ വേറൊരു വീട്ടിൻ്റെ മേളിലായിരുന്നു താമസിച്ചത്. അപ്പോൾ അച്ഛനും അമ്മയും സ്കൂളിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ വീട്ടിൻ്റെ അപ്പുറത്തെ വീടിൻ്റെ മേളിലായിരുന്നു. ആ സമയത്ത് ലീവായിരുന്നുകൊണ്ട് അവിടെ തന്നെയായിരുന്നു. ഞാൻ ആൻറ്റിയുടെ വീട്ടിലും എല്ലാം ജസ്റ്റ് വെറുതെ പോകും. പിന്നെ അല്ലാതെ ഞങ്ങൾ ഉറങ്ങണത് അവരെ തൊട്ടടുത്ത വീടിൻ്റെ ടെറസിൻ്റെ മേളിലായിരുന്നു. അവിടെ ഇങ്ങനെ മഴയും കാര്യമായിട്ട് കിടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞ് വീട്ടിൽ തന്നെ ഞങ്ങൾ വീട്ടിൽ മാറുന്നതിന് ഞങ്ങൾ ഇങ്ങനെ കിടക്കും. രാവിലെ ആകുമ്പോൾ വീട്ടിൽ വരും. രാത്രി സമയമാകുമ്പോൾ ആ തൊട്ടപ്പുറത്തെ വീട്ടിൻ്റെ മേളിൽ കിടക്കാൻ പോകും. അങ്ങനെയായിരുന്നു. പിന്നെ ഇതിങ്ങനെ വീട്ടിലിങ്ങനെ ഒരുപാട് തിരയടിക്കുന്ന സമയത്ത് തിരയടിക്കുന്ന സൗണ്ട് നല്ല അടിച്ച് വീടിൻ്റെ ജനലിൽ കൂടിയൊക്കെ അടിക്കുന്നതുകൊണ്ട് ഗ്ലാസ് വീട്ടിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കുലുങ്ങുന്ന നല്ല ഇതുണ്ട്. വൈബ്രേറ്റിങ് കല്ലൊക്കെ പാറ ഉരുന്ന വൈബ്രേറ്റൊക്കെ വീട്ടിൽ നല്ല കേൾക്കുന്നത്. അങ്ങനെ വിളിച്ച് ആരൊക്കെ അച്ഛനമ്മ ആരെയൊക്കെ വിളിച്ച് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഗോഡൗണിൽ ടെൻറ്റിലോട്ട് മാറ്റി. പിന്നെ നമ്മൾ സാധനമെല്ലാം എടുത്തുകൊണ്ട് പുറത്തോട്ട് പോയി. നമ്മൾ ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ ഫ്രണ്ടായിരുന്നു പോയിരുന്നത്. പിന്നെ അവിടെ നിന്ന് കുറേ ആൾക്കാരൊക്കെ വന്ന് നമ്മളെ അങ്ങോട്ടോട്ട് മാറ്റി. സെൻറ്റ് റോസ് സ്കൂളിലും ടോപ്പിലുള്ള സ്കൂളിലോട്ട് കൊണ്ട് മാറ്റി. പിന്നെ നമ്മൾ അവിടെ ഇരുന്നപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടോട്ട് നമ്മുടെ സാധനമൊക്കെ എടുത്ത് മാറ്റി നമ്മളിങ്ങോട്ടോട്ട് പറഞ്ഞേച്ചു. അപ്പോഴത്തേക്കും എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞപ്പോൾ സെൻറ്റ് റോസ് സ്കൂളിലാണ് താമസിക്കുന്നത്. പിന്നെ അവിടെ പോയപ്പോഴത്തേക്കും ഭയങ്കര വല്ലാത്തൊരു ദുരിതമായിരുന്നു അവിടെ. കാരണം കൊതുകായിരുന്നു, ഭയങ്കര കൊതുക്. പിന്നെ കുളിക്കാനൊക്കെ അധികം സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് പെൺകുളരുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരുമായിട്ട് സൈഡ് ഒതുങ്ങി നിന്ന് സന്ധ്യ നേരത്താക്കുമ്പോൾ സാരി എല്ലാം വെച്ച് മറച്ച് വെച്ചാൽ ഞങ്ങൾ കുളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വീട് തരാമെന്ന് പറഞ്ഞ് അവർ ഞങ്ങൾക്ക് വന്ന് പറഞ്ഞു. ഞങ്ങൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് താമസിച്ചു. കുറച്ച് 2-3 വർഷമൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ സ്കൂൾ തുറക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടിച്ചിറക്കി ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ വന്നപ്പോഴത്തേക്കും ഇങ്ങോട്ട് ഗോഡൗണിൽ കൊണ്ടാക്കി. നമ്മൾ ആ സ്കൂളിൽ മാറ്റുന്നതിന് മുമ്പ് നമ്മളടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് വീടിന് കല്ലിടുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് നമ്മൾ അങ്ങോട്ടോട്ട് മാറ്റിയത്. നിങ്ങൾക്ക് 1 വർഷത്തിനകം വീട് റെഡിയാവും, അതുവരെ നിങ്ങളിവിടെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞാണ് നമ്മൾ അങ്ങോട്ടോട്ട് മാറ്റിയത്. അതിനുശേഷം നമ്മളവിടെ നിന്ന് ഇങ്ങോട്ടോട്ട് മാറ്റി. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് ആരും വന്ന് നോക്കിയതൊന്നുമില്ല.
പിറന്നവനേ കരുണ നിറഞ്ഞവനേ കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ ഉലകിൻ ഉയിരായി മനസ്സിൽ മധുവായി ഉണരൂ ഉണരൂ മണിവിളക്കേ ഉലകിൻ ഉയിരായി മനസ്സിൽ മധുവായി ഉണരൂ ഉണരൂ മണിവിളക്കേ കർത്താവേ കനിയു നീ യേശുനാഥാ ഹല്ലേലൂയാ ഹല്ലേലൂയാ കർത്താവേ കനിയു നീ യേശുനാഥാ ഹല്ലേലൂയാ ഹല്ലേലൂയാ കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ. അച്ഛ അമ്മ ഞാൻ ചേട്ട അനിയത്തി എന്നിട്ട് 5 പേർക്ക് ഈ ചെറിയ മുറിയിൽ താമസിക്കാനൊന്നും പറ്റൂല. ഇവിടുത്തെ അവസ്ഥ ഇപ്പം ഇരുന്ന് പറയുന്നത് അറ്റം വരെ കേൾക്കും. പിന്നെ ഇതൊക്കെ നിങ്ങളിവിടെ നിന്ന് കാണുന്നത് തന്നെ പകുതിയുള്ള അവസ്ഥകൾ. അപ്പോഴത്തേക്കും ഇവിടെ ബാത്റൂമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവർ വേറൊരു ബാത്റൂം കെട്ടിത്തന്നു അവർ 2 കുടുംബത്തിന് ഒരു ബാത്റൂം വീതം വെച്ചായിരുന്നു തന്നത്. അപ്പോൾ ഞങ്ങൾ 10 അടി വീതം വെച്ചല്ലേ ആ ഷെഡിൽ ഞങ്ങൾ താമസിച്ച്. കുറേ പെൺകുട്ടികളുണ്ട്. കുളിക്കുന്നത് രാത്രികളാണ്. കാരണം കെട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വഴി കാണാൻ പറ്റും വെളിയിൽ നിന്ന് കുളിക്കുന്നത്. സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് സമയത്തിന് വെള്ളം കിട്ടത്തില്ല കുളിക്കാനായിട്ട്. കോർപ്പറേഷൻ വണ്ടി വരുന്ന അത് വെള്ളം കിട്ടത്തില്ല. പിന്നെ 4 ബാത്റൂമേ ഉള്ളൂ. അപ്പം അതിൽ എല്ലാവർക്കും കൂടെ 4 ടോയ്ലറ്റാണ്. അപ്പം ഞങ്ങൾക്ക് കുളിക്കാൻ സമയമാകുമ്പോൾ കുളിക്കാൻ പറ്റത്തില്ല. ചില ദിവസങ്ങളിലൊക്കെ ഇതൊക്കെ പറഞ്ഞ് സ്കൂളിൽ പോകാതിരുന്നിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പം സ്കൂളിൽ നിന്ന് വന്നവർക്ക് അവിടെ ഇവിടെ ആയിട്ട് 2 വർഷമായി. ബാക്കി ഇവിടെ തന്നെ താമസിക്കുന്നവർക്ക് ഇവിടെ താമസിക്കുന്നവർ എന്നിട്ട് ആദ്യം മറ്റേ LP സ്കൂളിലായിരുന്നു അങ്ങോട്ടുള്ള. അവിടെ നിന്നാണ് അവർ ഇങ്ങോട്ടോട്ട് വന്നത്. അങ്ങനെ ഇവിടെ മാത്രമായിട്ട് 4 വർഷം അവർ താമസിക്കാൻ തുടങ്ങി. ഇവിടെ എലിയും ഇതൊക്കെ ഭയങ്കര ഇതാണ്. എലി കൊതുകുണ്ട് ഇവിടെ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എലി കൊതുക് പിന്നെ അരണയൊക്കെ ഉണ്ട് ഇങ്ങോട്ട്. അതാണ് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇത് ഷീറ്റും കൂടെ ആയതുകൊണ്ട് കാറ്റടിച്ച സൗണ്ട് കേൾക്കും. ചൂട് ഇവിടെ ഒറ്റ ഫാനേ ഉള്ളൂ. ഇപ്പോൾ വെളിയിൽ നല്ല ഉച്ച സമയം അപ്പോൾ നല്ല ഇതിൻ്റെ അകത്തിരിക്കാൻ പറ്റത്തില്ല, വേർക്കും. അങ്ങനെ വെളിയിലൊക്കെ ഇരിക്കും. മഴക്കാലത്ത് കിടന്നു കഴിഞ്ഞാൽ മേളിൽ കൂടി ഡ്രോപ്പിംഗ് ആവും, വെള്ളമെല്ലാം വീഴും. വെള്ളമൊക്കെ ചോർച്ചിലുണ്ട് ഇവിടെ ഞാൻ ഇന്നലെ എന്നും എന്നെ തോന്നുന്നു ഇന്നലെ ഇടയ്ക്ക് എന്തോ മഴ പെയ്തല്ലോ. ആ സമയത്ത് ഈ ബെഡിലായിരുന്നു വെള്ളം വീണത്. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഭക്ഷണം എടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ അടുത്ത് കൂടെ എലിയൊക്കെ ഓടിപ്പോവും. അപ്പോൾ നമുക്ക് ആ ഭക്ഷണം കഴിക്കാൻ തോന്നത്തില്ല, അങ്ങനെ തിരിച്ചു വയ്ക്കുക. അതേപോലെ തന്നെ രാത്രി കിടക്കുമ്പോഴും എലിയുടെ ശല്യമാണ്. എലിയുടെയും പിന്നെ സ്കൂളിലുള്ളവർ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇതൊന്നും പറയാൻ പറ്റൂല ആ ഒരവസ്ഥ.
ഇവിടെ എന്ന് പറഞ്ഞാൽ പഠിക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് പഠിക്കാനുള്ള ആ സമയത്ത് അപ്പുറത്ത് പാട്ടും അങ്ങനത്തെ ഇതൊക്കെ ആയിരിക്കും. അഥവാ തന്നെ രാത്രി പഠിക്കാൻ നോക്കിയാൽ അപ്പുറത്ത് പ്രശ്നമാവുമെന്ന് വിചാരിച്ച് പഠിക്കാൻ പറ്റത്തില്ല. സ്കൂളിൽ പലർക്കും അറിയത്തില്ല ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നതെന്ന്. എൻ്റെ കൂടെ ഉള്ള ഒരു കുട്ടിക്ക് ഇതേപോലെയാണ്. ആ കുട്ടി UP സ്കൂളിൽ, വേറെ ആർക്കും അറിയത്തില്ല. പഠിക്കാൻ നമ്മളെ വീട്ടിൽ ഇവിടെ ഇരുന്ന് പഠിക്കുമല്ലോ, നമ്മൾ സ്കൂളിൽ പോയാണ് പഠിക്കുന്നത്. അതിപ്പോൾ 1 മാസം എതിരായുള്ളൂ അങ്ങോട്ട് പോയി പഠിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് പഠിക്കത്തൊന്നുമില്ല. ഇവിടെ ഇരുന്ന് ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പഠിക്കാനൊന്നും പറ്റൂല. അവിടെ ഇപ്പൊ ചെറിയ സൗണ്ടിൽ വെച്ചാൽ എല്ലാ സ്ഥലത്തും കേൾക്കും. എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് അവരുടെ വീട്ടിലിങ്ങനെ ഫങ്ഷന് ബന്ധുക്കളൊക്കെ വന്ന് അവരിങ്ങനെ നല്ല ഹാപ്പി ആയിരുന്നൊക്കെ പറയുമ്പോൾ എനിക്കും വീടുണ്ടായിരുന്നെങ്കിലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്വന്തമായിട്ട് വീട് കിട്ടിയ പുൽക്കൂട് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ക്രിസ്മസ് ട്രീ വയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സീരിയൽ സെറ്റൊക്കെ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പോയ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ വിചാരിച്ചതാണ് ഇങ്ങനെ നടത്തണമെന്ന്. പിന്നെ കുടുംബക്കാരെല്ലാം വിളിച്ച് സെലിബ്രേറ്റ് ചെയ്ത് ടൂറ് പോയി അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നല്ല വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നോക്കിയപ്പോൾ ആ വീട് ഇഷ്ടപ്പെട്ടു. വീട് എനിക്ക് മാത്രമായിട്ടൊരു റൂം, അതിലെനിക്ക് നല്ല സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. വയ്ക്കാൻ അധികം ഇങ്ങനെ അമ്മ അങ്ങനത്തെ ഐറ്റങ്ങളോ അങ്ങനത്തെ ഒന്നും വയ്ക്കുക ഇങ്ങനെ എന്തെങ്കിലും ഇച്ചിരി എന്തോന്നും അങ്ങനെ ഉണ്ടാക്കത്തൊന്നുമില്ല. വേറെ ഇല്ല, സ്വന്തം വീടായിരുന്ന അമ്മ എന്തെങ്കിലും ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തരും. ഇവിടെയൊക്കെ ആകുമ്പോൾ ഗ്യാസ് ഇത്ര സൈതേ ഉള്ളൂ. ഇവിടെ നിന്ന് ചോറും കറിയും വേവിക്കുന്നത് തന്നെ എന്തെങ്കിലും ഇത്. കലക്ടർ ആവണോ, ഹിന്ദി ടീച്ചർ ആകണമെന്നാണ് ആഗ്രഹം. ബസ് ഇല്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇവിടെ നിന്ന് എങ്ങനെയും മാറി കിട്ടിയായിരുന്നു. കളക്ടറായിട്ട് ഞാൻ പോയ ആൾക്കാർക്ക് എന്തോന്ന് ഞാൻ വീട് വെച്ച് കൊടുക്കും, അങ്ങനത്തെ പ്രതീക്ഷ.